ഇന്ത്യ എന്ന ഒരു രാജ്യം രൂപപ്പെട്ടത് 1947 ആഗസ്റ്റ് 15-നാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നത് അന്നാണ്. ബ്രിട്ടീഷുകാരിൻ്റെ ബഹളങ്ങളിൽ നിന്ന്, ബ്രിട്ടീഷുകാരൻ്റെ കൈകളിൽ നിന്ന് ഇന്ത്യയുടെ മൂവർണ്ണ പതാക ഡൽഹിയിൽ ഉയർന്നത്, ഇന്ദ്രപ്രസ്ഥത്തിൽ കയറിയത് 47 ഓഗസ്റ്റ് 15-നാണ്. അന്ന് മുതൽ 64 മെയ് 27 വരെ ഒരു നീണ്ട കാലം, 45ഉം 5ഉം 50ഉം 14ഉം 50ഉം പിന്നെ 14ഉം 47 3 50 പിന്നെ 14 വരെ ഉള്ള കാലഘട്ടത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി. അപ്പോൾ അത് കഴിഞ്ഞ് ഗുരുസിലാൽ നന്ദ ഇടക്കാല പ്രധാനമന്ത്രി 64 മുതൽ മെയ് 27 മുതൽ 64 ജൂൺ 9 വരെ, ലാൽ ബഹദൂർ ശാസ്ത്രി 64 ജൂൺ 9 മുതൽ 66 ജൂൺ 11 വരെ, ഗുൽസാരിലാൽ നന്ദ 66 ജനുവരി 11 മുതൽ 66 ജനുവരി 24 വരെ, ഇന്ദിരാഗാന്ധി 66 ജനുവരി 24 മുതൽ 77 മാർച്ച് 24 വരെ, മൊറാർജി ദേശായി 77 മാർച്ച് 24 മുതൽ 1979 ജൂലൈ 28 വരെ, ചരൺ സിംഗ് 79 ജൂലൈ 28 മുതൽ 80 ജനുവരി 14 വരെ. വളരെ ചെറിയ കാലയളവ്. ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുന്നു. ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യമൊക്കെ വരുന്നു. 1980 ജനുവരി 14 മുതൽ 84 ഒക്ടോബർ 31 വരെ, മരണം വരെ, അവർ രക്തസാക്ഷിയാകുന്നത് വരെ പ്രധാനമന്ത്രിയായിരുന്നു. അതിനുശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി 84 ഒക്ടോബർ 31 മുതൽ 89 ഡിസംബർ 2 വരെ. പിന്നെ രാജീവ് ഗാന്ധിയും രക്തസാക്ഷിയാകുന്നു. പിന്നെ വി പി സിംഗ് ആണ് പ്രധാനമന്ത്രിയാകുന്നത്. അദ്ദേഹം 89 ഡിസംബർ 2 മുതൽ 90 നവംബർ 10 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. തുടർന്ന് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായി 90 നവംബർ 10 മുതൽ 91 ജൂൺ 21 വരെ ഒരു വർഷക്കാലം ചന്ദ്രശേഖറായി. പിന്നെ പി വി നരസിംഹറാവു 5 വർഷവും പ്രധാനമന്ത്രിയായിരുന്നു. 91 ജൂൺ 21 മുതൽ 96 മെയ് 15 വരെ ഉണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി 96 മെയ് 16 മുതൽ 96 മെയ് ജൂൺ 1 വരെ ഉണ്ടായിരുന്നു. അതും ചെറിയ കാലയളവാണ്. പിന്നെ ദേവഗൗഡ ഉണ്ടായിരുന്നു, ഒരു വർഷം ഉണ്ടായിരുന്നു, 96 ജൂൺ 1 മുതൽ 97 ഏപ്രിൽ 21 വരെ. അത് കഴിഞ്ഞാൽ ഐക്യ ഗുജറാൾ ഇന്ദർകുമാർ ഗുജറാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം 97 ഏപ്രിൽ 21 മുതൽ 98 മാർച്ച് വരെ. അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു 98 മാർച്ച് മുതൽ 2004 മെയ് 22 വരെ. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അദ്ദേഹം 2 പ്രാവശ്യം ഉണ്ടായിരുന്നു, 10 വർഷം, 2004 മുതൽ 2014 വരെ. പിന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയാണ് തുടർച്ചയായി ഇത്രയും വർഷം വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറിയും തിരിഞ്ഞുമൊക്കെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായി 12 വർഷത്തിലധികമായി ഇനിയിപ്പോൾ 16-ാം വർഷത്തിലേക്ക് 15-ാം വർഷത്തിലേക്ക് മോഡി നീങ്ങുകയാണ്. എന്തായാലും രാജ്യത്ത് 12 വർഷം തുടർച്ചയായി ഇപ്പോൾ പ്രധാനമന്ത്രി ആയിട്ടിരുന്നു. തുടർച്ചയായിരുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും വളരെ വലുതാണ്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റൊരു റെക്കോർഡ് കൂടി നേടുകയാണ്. അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷം LK അദ്വാനി വരും എന്ന് പ്രതീക്ഷിച്ച് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വലിയ യാത്രയൊക്കെ നടത്തി, രാമക്ഷേത്ര യാത്രയൊക്കെ നടത്തിയെങ്കിലും BJPക്ക് അതിൻ്റെ ഒരു ഗുണവും ഉണ്ടായില്ല. മുഴുവൻ ഗുണവും കിട്ടിയത് BJPക്ക് കിട്ടിയ ഗുണം, പക്ഷേ അതിൻ്റെ ഗുണം LK അദ്വാനിക്ക് കിട്ടിയില്ല. അത് കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. ഗുജറാത്തിലെ സാധാരണ ഒരു മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം വളരെ പെട്ടെന്നാണ് രാജ്യത്തിലെ പ്രധാനമന്ത്രിയാവുകയും ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട നേതാക്കളിൽ ഒരാളായി നരേന്ദ്രമോദി മാറുകയും ചെയ്തു. ഇന്നിപ്പോൾ മോദിയെ സംബന്ധിച്ചിടത്തോളം BJP ഈസ് ഈക്വൽ ടു മോദി, അല്ലെങ്കിൽ BJP ഈസ് ഈക്വൽ ടു അമിത്ഷാ എന്നുള്ള നിലയിലൊക്കെ BJPയെ മാറി കഴിഞ്ഞു. എന്തായാലും മോദി തന്നെയാണ് ഇപ്പോൾ അപ്രമാദിത്വം നിൽക്കുന്ന ഒന്നാമത്തെ നേതാവ്.